വി എസ് എന്ന പേരിനൊപ്പം ചേർത്ത് വയ്ക്കുന്ന പേരാണ് മലമ്പുഴ. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ. ആലപ്പുഴയാണ് വി എസിന്റെ തട്ടകം. വി എസ് തന്റെ വിപ്ലവത്തിന്റെ വിത്ത് വിതച്ചത് ആലപ്പുഴയുടെ മണ്ണിലാണ്. ആലപ്പുഴയിലെ മാരാരികുളത്ത് വി എസിന് അപ്രതീക്ഷിത തോൽവി നേരിട്ടു. രാഷ്ട്രീയ കേരളം അമ്പരന്ന ഞെട്ടിയ തോൽവി. അതിനുശേഷമാണ് വി എസ് തന്റെ തട്ടകം ഇടതുകോട്ടയായ മലമ്പുഴയിലേക്ക് മാറ്റിയത്. മലമ്പുഴയുടെ കൈപിടിച്ചാണ് വി എസ് തന്റെ പാർലമെന്ററി രംഗത്തെ മുന്നേറ്റങ്ങൾ നടത്തിയത്. 2 ദശാബ്ദത്തോളം മലമ്പുഴയെ വി എസ് പ്രതിനിധീകരിച്ചു. മലമ്പുഴയുടെ കൈപിടിച്ചാണ് വി എസ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായത്. മലമ്പുഴയിൽ അട്ടിമറി വിജയം നേടാനുള്ള നീക്കവുമായി ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അതിനായി കോൺഗ്രസ് നോട്ടമിടുന്നത് വി എസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന എ സുരേഷിനെയാണ്. ദീർഘകാലം വി എസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു സുരേഷ്. മലമ്പുഴയിൽ സുരേഷിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കോൺഗ്രസ് നേതാക്കൾ സുരേഷിനോട് ഇക്കാര്യം സംസാരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ സമീപിച്ചതായി സുരേഷ് ഒരു മലയാളം മാധ്യമത്തോട് പറഞ്ഞു. മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം അറിയിച്ചിട്ടില്ലെന്നും സുരേഷ് പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും ഇപ്പോഴും ഇടതുപക്ഷ അനുഭാവിയായി തുടരുകയാണ്. മറ്റൊരു പാർട്ടിയിൽ പോകാൻ ഉദ്ദേശമില്ലെന്നും സുരേഷ് പറഞ്ഞു. 11 വർഷം മുമ്പാണ് വി എസിന്റെ സന്തത സഹചാരിയായിരുന്ന എ സുരേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. തന്നെ എന്തിനാണ് പുറത്താക്കിയതെന്ന് ഇപ്പോഴും അറിയില്ലെന്നാണ് സുരേഷ് പറഞ്ഞത്. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ മൂല്യശോഷണത്തിൽ പ്രതിഷേധിക്കുന്നവരുടെ ഒപ്പമാണുള്ളതെന്നും സുരേഷ് പറയുന്നു. CPM-ഉമായി ഇടഞ്ഞു നിൽക്കുന്ന സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മലമ്പുഴയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. വി എസ് മാത്രമല്ല, EK നായനാരും മത്സരിച്ച മണ്ഡലമാണ് മലമ്പുഴ. 2001 മുതൽ 2016 വരെ 4 തവണയാണ് വി എസ് മലമ്പുഴയിൽ നിന്ന് വിജയിച്ചത്. കഴിഞ്ഞ തവണ A പ്രഭാകരനായിരുന്നു സ്ഥാനാർത്ഥി. 25,000-ലധികം വോട്ടുകൾക്കാണ് പ്രഭാകരൻ ഇവിടെ വിജയിച്ചത്.